ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. തേങ്ങാ ബോൾ, നമ്മളെ കോക്കനട്ട് ബോൾ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആറാറൊട്ടിൻ്റെ ബിസ്ക്കറ്റില്ലേ, അതാണ് വേണ്ടത്. ഞാൻ ഒരു ആറാറൊട്ടിൻ്റെ ബിസ്ക്കറ്റില്ലേ, മാരിഗോൾഡോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്, അതങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു, തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അത് നമ്മൾ വീട്ടിലുള്ള തേങ്ങ തന്നെ വെച്ചിട്ട് കാപ്പി ബ്രൗൺ ഭാഗം കൂടാതെ വെള്ള ഭാഗം മാത്രം എടുത്തിട്ട് തേങ്ങ ഫ്രൈ പാനിലോ അല്ല എന്നുണ്ടെങ്കിൽ ഓവനിലോ വെച്ച് വെള്ളം വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയാക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് പൊടിച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ നീരും പിന്നെ ഒരു മുറിയുടെ നാരങ്ങയുടെ തൊലി ചെറുതാക്കി കട്ട് ചെയ്തതും. പിന്നെ വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് 4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ടേബിൾ സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ താഴെ വെച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കൈ വെച്ച് നന്നായി കുഴച്ച് ഓരോ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിൽ ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കുക. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ, നമ്മളെ ബോളിൻ്റെ സൈസൊക്കെ. അപ്പം എന്താ ഒരു തള്ളവിരൽ വെച്ചിട്ട് എന്താ ഒരു കണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തയോ കിസ്മിസോ എന്തും വെച്ച് കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബോളിൻ്റെ ഉണ്ടാക്കിയെടുക്കുക എത്ര എളുപ്പമാണല്ലേ. അപ്പം എന്തായാലും ചെയ്തെടുക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഈസി ആയിട്ടുള്ള ഓരോ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനലൊന്ന് ഇൻസ്റ്റ ഫോളോ ചെയ്യാനും യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത ഓരോ ബോൾസും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ബോൾ റെഡി. അതിനുശേഷം ഇങ്ങനെ കഴിക്കുന്നതിലേറെ എത്രയോ ടേസ്റ്റാണ് നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 1.5 മണിക്കൂറോളം വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് സെറ്റായതിനു ശേഷം മാത്രം കഴിക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയല്ലേ. അപ്പോൾ ഇതുപോലുള്ള തേങ്ങാ ബോൾസുകളും പിന്നെ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെയും സൈനിങ് ഔട്ട്, അസ്നാസ് കെയർ.